ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പാത്തൂസ് ലിറ്റിൽ വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണേ. അപ്പം ഞാനിവിടെ കാണിക്കുന്ന ഒരു പച്ചടിയാണ്, കക്കിരിക്കൻ്റെ ഒരു പച്ചടിയാണ്. അപ്പോൾ ഞാൻ കക്കിരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞു കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് ആർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. ഈ മീൻ കറിയുടെ കൂടെയെല്ലാം നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടി. ഇനി കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കൂടി മാത്രം ചോറ് കഴിക്കാനും നല്ല രസമാണ്. ഇതെല്ലാവർക്കും അറിയായിരിക്കും, എന്നാൽ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. തൈരും കക്കിരിയും തേങ്ങയും ഉണ്ടെങ്കിൽ തന്നെ ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നാടൻ കക്കിരിയാണ്. അപ്പം നമുക്ക് വേറൊരിടത്ത് നിന്ന് ഇങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഇതൊരുപാടുണ്ട്. കക്കിരിക്ക നമ്മൾ വെറുങ്ങനെ കഴിക്കുന്നതും അതുപോലെ തന്നെ ഇത് തോരൻ ഉണ്ടാക്കലും ഉണ്ട്. അപ്പം അങ്ങനെ കഴിച്ചാൽ നല്ലതാണ്. കക്കിരിക്ക അത്രയും നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ വേണ്ടത് തേങ്ങയെന്ന്. ഞാൻ ഒരു കുഞ്ഞ് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒരു അരമുറി തേങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടില്ലോ. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തേരും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരുപാട് ഇപ്പം തൈര് ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട. നമ്മൾ ഇത് തേങ്ങ ഒന്ന് അരിഞ്ഞ് കിട്ടാനുള്ള രീതിയിൽ മാത്രം ഇപ്പം തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇഞ്ചി ഒരുപാട് ആവണ്ട. പിന്നെ തന്നെ രുചിക്കും ചെറിയ കഷ്ണം മതി. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെന്ന് എനിക്കറിയാം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ആരെങ്കിലും വിരുന്ന് വന്നാൽ നമ്മൾ ഇതുപോലെയാണ് പച്ചടി ഉണ്ടാക്കൽ. അപ്പോൾ അവർ നമ്മോട് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കൽ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ ഉണ്ടാക്കാത്തവരും ഉണ്ടല്ലേ എന്നുള്ളത്. അപ്പം അങ്ങനെ ഉള്ളവർക്കാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇത് ബിരിയാണിയുടെ കൂടെയെല്ലാം അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇനി ഇത് നമുക്ക് ചോറിന് കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് വെറുങ്ങനെ കൂട്ടി ചോറ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വേറൊന്നും കറി വേണമെന്നൊന്നുമില്ല. കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, തേങ്ങ, തൈര് ഇതെല്ലാം കൂടിയിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. ഇനി ഞാൻ കക്കിരി തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ആ പീസാക്കേണ്ട അതുപോലെ ആക്കാം. ചെറുങ്ങനെയാണെങ്കിൽ അതുപോലെ വലുതാക്കി കട്ട് ചെയ്യുന്നെങ്കിൽ വലുതാക്കി കട്ട് ചെയ്യുക. അത് നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ഫുഡിൻ്റെ വീഡിയോയും ടിപ്സും ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. കക്കിരി ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അരച്ച് വെച്ച മിക്സ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാടൊന്നും ആക്കിയില്ല, ഞാൻ കുറച്ചേ ആക്കിയിട്ടുള്ളൂ. അപ്പം നിങ്ങൾ തൈര് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കാം. അതുപോലെ തന്നെ എരിവ് പോരെങ്കിൽ ഒരു പച്ചമുളക് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കണ്ട. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് ആക്കി വെച്ചാലും കേടായി പോവില്ല. നമുക്ക് 2-3 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നവർ ഇതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയും പിന്നെ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇതൊന്ന് കാച്ചിയെടുക്കണം. കാച്ചിലെന്ന് പറഞ്ഞാൽ താളിക്കൽ, നമ്മളിവിടെ കാച്ചിലെന്ന് പറയൽ. അപ്പോൾ ഒരു ചീനച്ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാകുമ്പം കടുകും പൊട്ടിച്ച് അതിലേക്ക് ഒരു 2-3 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടാകുമ്പം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ താളിക്കുന്നില്ലെങ്കിൽ നമ്മൾ തൈരും തേങ്ങയും കൂടി അടിക്കുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്താലും മതി. പക്ഷെ അതിനെക്കാട്ടും ടേസ്റ്റ് ഇങ്ങനെയാണ്, കാച്ചിയെടുക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുകയും വേണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും. അതുവരേക്കും ബായ്.